ജ്ഞാനി ഇളയരാജ സാർ സംഗീതം നൽകിയ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ്. ഒരുപാട് സ്നേഹവും ഒരുപാട് പരിഭവങ്ങളും നിറഞ്ഞ് ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. ഇത്തരം പാട്ടുകളാണ് നമ്മളെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ. എന്തായാലും നമുക്ക് ആ ഒരു തോട്ടിൽ തന്നെ ഡ്യുവറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഇന്ന് ഡ്യുവറ്റിൽ ഗസ്റ്റായിട്ട് എത്തുന്നത് വീണ്ടും ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഗസ്റ്റാണ്. I love her so much from the bottom of my heart as a person and also as a musician. Amazingly talented vocalist, അതേപോലെ തന്നെ amazingly talented ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ, ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ പിന്നണി ഗായിക. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം വൈക്കം വിജയലക്ഷ്മി. വിജി, ഡ്യുവറ്റിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം. വിജയെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ ഡ്യുവറ്റിൽ കിട്ടിയത് ഞങ്ങൾക്കൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതണേട്ടോ. വിജയെ കാണുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമാണ്. വിജയനെ ഒരിക്കലും ചിരിക്കുന്ന മുഖം അല്ലാണ്ട് ആരും കണ്ടിട്ടില്ല വിജയനെ. അതാണ് വിജയുടെ ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ് ശരിക്കും. വിജിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വിജി കുറേ വർഷം കർണാട്ടിക് പഠിച്ചിട്ടുണ്ട്. കർണാട്ടിക് കച്ചേരികളിലൂടെയാണ് വിജി ശരിക്കും അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം എത്ര വയസ്സ് തൊട്ടേ ശരിക്കും ആദ്യം പഠിച്ചത്? എത്രാമത്തെ വയസ്സ്? തുടങ്ങിയത് എപ്പോഴായിരുന്നു? അതായത് ഞാൻ ജനിച്ചത് വിജയദശമി നാളിലായിരുന്നു കേട്ടോ. 1981 ഒക്ടോബർ 7 വൈക്കത്തായിരുന്നു ജനിച്ചത്. ശരി. അപ്പോൾ അച്ഛനവിടെ ചെന്നൈയിലായിരുന്നു. ഞങ്ങൾ ചെന്നൈയിലായിരുന്നു 5 വയസ്സ് വരെ. ശരി. അച്ഛന് ഇലക്ട്രോണിക് വർക്കിന്റെ ഭാഗമായിട്ട് പോയതാണ്. ശരി. പിന്നെ വൈക്കത്ത് 5 വയസ്സായപ്പോൾ വന്നു. വൈക്കത്ത് വന്നേ പിന്നെയാണോ സംഗീതം പഠിച്ചു തുടങ്ങിയത്? ഞാൻ 1.5 വയസ്സ് വെച്ച് പാടുമായിരുന്നു. പഠിക്കാണ്ട് തന്നെ ഈ ചെന്നൈയിൽ വെച്ചിട്ട്. പണ്ടേ കൊച്ചിലെ ഒരു സംഭവമായിരുന്നു എന്നറിയാം. ഇപ്പൊ വിജി ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വർഷം കർണാട്ടിക് മ്യൂസിക് അഭ്യസിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ആദ്യം കേട്ടുള്ള പഠനമായിരുന്നു. പിന്നെ 6 വയസ്സിൽ ദാസേട്ടന് ദക്ഷിണ സമർപ്പിച്ചു. അദ്ദേഹം ഇപ്പോഴും മാനസഗുരു. അതിനുശേഷം വൈക്കം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം. അത് ശരി. 7 വയസ്സ് മുതൽ ഗുരുമുഖത്തു നിന്ന് സംഗീതം അഭ്യസിച്ചു തുടങ്ങി. ആദ്യ ഗുരു അമ്പലപ്പുഴ തുളസി ടീച്ചറായിരുന്നു. പിന്നെ വൈക്കം സുമ ടീച്ചർ ഉണ്ടായിരുന്നു. ഗുരുക്കന്മാർ ഒത്തിരി പേരുണ്ട്. വൈക്കം പ്രസന്ന ടീച്ചർ, തൃപ്പൂണിത്തുറ വിൻസെന്റ് മാഷ്. ഇപ്പോൾ ഞാൻ മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചറിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. പി സുബ്രഹ്മണ്യ സാറ്, നെടുമങ്ങാടി ശിവാനന്ദ സാറ്. ഒരുപാട് അനേകമാണല്ലേ. എത്ര പേരാണ് വിജയം പഠിപ്പിക്കാനായിട്ട്? അതെ, ഫോണിൽ കൂടെ പഠിപ്പിക്കാനും ഗുരുക്കന്മാരുണ്ട്. എം ജയേന്ദ്ര സാർ, ശരി, കാവാല ശ്രീകുമാർ സാർ. ഓ, വളരെ നല്ല കാര്യം. നമ്മുടെ ശ്രീരാമേട്ടനും അതെ. അതെയോ? ശരി. ഒരു കീർത്തനം പഠിപ്പിച്ചു ഫോണിൽ കൂടെ. വളരെ നല്ല കാര്യം. അപ്പൊ എന്തായാലും വിജി, നമുക്കിവിടെ ഡ്യുവറ്റിലെ എപ്പിസോഡ് തുടങ്ങാനായിട്ട് വിജിയുടെ ഒരു ക്ലാസിക്കൽ ഒരു കൃതി കേൾക്കാനായിട്ടൊരു ആഗ്രഹം. പിന്നെന്താ, പാടാമോ? തീർച്ചയായിട്ടും. പ്രണമത ഗണപതിം അശരണ ശരണം. 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 പ്രണമത ഗണപതിം അശരണ ശരണം.
प्रतितगाढपटुता गुणजालम् प्रतितगाढपटुता गुणजालम् प्रतितगाढपटुता गुणजालं प्रोजुल्कटतटमदजलकलिलं प्रतितगाढपटुता गुणजालं प्रोजुल्कटतटमदजलकलिलं प्रणमत गणपतिम् अशरण शरणं प्रणमत गणपतिम् अशरण शरणं എന്താ രസം കേൾക്കാനായിട്ട്.